യെസ്, ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു കിഡിലൻ പ്രൊഡക്റ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങളുടെ വീട് സ്മാർട്ട് ആക്കാൻ പറ്റിയ ഒരു വാക്വം ക്ലീനർ ആണ് എന്റെ പിറകിൽ ഇരിക്കുന്നത്. ഡ്രീമി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ D20 Ultra എന്ന് പറയുന്ന സ്മാർട്ട് വാക്വം ക്ലീനർ ആണിത്. നിങ്ങളുടെ വീട്ടിലെ എല്ലാ പണിയും ഇവൻ ചെയ്യും എന്ന് ഞാൻ പറയത്തില്ല. ക്ലീനിങ് വളരെ ഭംഗിയായിട്ട്, വൃത്തിയായിട്ട്, സ്മാർട്ടായിട്ട് ഈ ഒരു വാക്വം ക്ലീനറിന് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, അവസാനം വരെ കാണുക. വളരെ യൂസ്ഫുൾ ആവും. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാക്വം ക്ലീനർ വാങ്ങാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അധികം വീഡിയോകൾ തപ്പിപ്പോകേണ്ട കാര്യമില്ല. ഈ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ വാക്വം ക്ലീനറിന്റെ സെക്ഷൻ പവർ എത്രയാണെന്ന് അറിയോ? 13,000 PA ആണ് ഇതിന്റെ സെക്ഷൻ പവർ. ഓട്ടോ മോപ്പ് വാഷിംഗ് ഉണ്ട്, ഡ്രൈ എയർ ക്ലീനിങ് ഓപ്ഷനും ഇതിൽ വരുന്നുണ്ട്. പിന്നെ 100 days ഹാൻഡ് ഫ്രീ ക്ലീനിങ്ങും ഈ ഒരു വാക്വം ക്ലീനറിൽ കിട്ടും. അതെന്താണ് സംഭവം എന്നൊക്കെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സമയം കളയണ്ട, അൺബോക്സ് ചെയ്യാം. നല്ല അടിപൊളി പാക്കിങ്ങിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് റിസീവ് ആയത്. ഓരോ ഐറ്റംസ് ചെറിയ ചെറിയ ഇതേപോലെയുള്ള ബോക്സുകളിലാക്കിയാണ് വന്നിട്ടുള്ളത്. യെസ്, ഇതെന്താണ്? ലാപ്ടോപ്പ് ആണോ? ഇത് ആക്സസറി ബോക്സ് ആണ്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഐറ്റംസ് വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഇത് ചാർജിംഗ് ഡോക്ക് റാമ്പ് എക്സ്റ്റൻഷൻ പ്ലേറ്റ് ആണ്. ഇത് മാഗ്നറ്റിക്കലി അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന മോപ്പ് ആണ്. പിന്നെ ഒരു യൂസർ മാനുവൽ ഉണ്ട്. അടുത്തതായിട്ട് ഒരു പവർ കേബിൾ, പിന്നെ ഒരു സൈഡ് ബ്രഷുമാണ് ഈ ഒരു ബോക്സിൽ ലഭിച്ചിട്ടുള്ളത്. ഇതിപ്പോഴത്തെ മൂന്നാമത്തെ ബോക്സ് ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിനകത്താണ് റോബോട്ട് വാക്വം ക്ലീനർ വന്നിട്ടുള്ളത്. ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. യെസ്, ഇതാണ് നമ്മുടെ റോബോട്ട് വാക്വം ക്ലീനർ. നല്ല വെളുത്ത് തുടുത്തിരിക്കുന്ന ഇവനാണ് ഇനി നമ്മുടെ വീട്ടിലെ തൂപ്പുപണിയൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത്. റോബോട്ട് വാക്വമിന്റെ ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെ നമുക്ക് ഇവിടെ ഓപ്പൺ ആക്കാനായിട്ട് സാധിക്കും. ഇവിടെയായിട്ടാണ് ഇതിന്റെ ഡസ്റ്റ്ബിൻ ലഭിക്കുന്നത്. ഇതാണ് ഡസ്റ്റ്ബിന്. ഡസ്റ്റ്ബിൻ്റെ അകത്തൊരു ഫിൽട്ടർ ഉണ്ട്. ഫിൽട്ടർ വേണമെന്നുണ്ടെങ്കിൽ ഡസ്റ്റ് ഒത്തിരി കളക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫിൽട്ടർ നമുക്ക് വെളിയിലെടുത്തിട്ട് ഇത് ക്ലീൻ ചെയ്ത് വീണ്ടും ഇതേപോലെ വെക്കാനായിട്ട് സാധിക്കും. ഇതിനകത്താണ് ഈ ഡസ്റ്റ് കളക്ട് ആകുന്നത്. അപ്പൊ ഇതിനകത്ത് ഡസ്റ്റ് കളക്ട് ആകുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ബേസ് സ്റ്റേഷനിലേക്ക് എംപ്റ്റി ആവുകയും ചെയ്യും. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഇതിന്റെ കൺട്രോൾ ബട്ടൺസ്. ഹോം ബട്ടണും പവർ ബട്ടണും ഇവിടെ തന്നെ കാണാൻ സാധിക്കും. വാക്വം ക്ലീനറിന്റെ ഫ്രണ്ടിൽ ഇവിടെയായിട്ടാണ് ക്യാമറയും സെൻസറും ഒക്കെ നൽകിയിട്ടുള്ളത്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സൈഡിലായിട്ട് വീണ്ടും സെൻസറുകൾ കാണാനായിട്ട് സാധിക്കും. ഇവിടെ എന്താണ് ഇരിക്കുന്നത്? ഓക്കെ, ഇവിടെ എന്തോ ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇത് നമുക്ക് ഇങ്ങനെ ഇളക്കി കളയാം. ബാക്ക് സൈഡിൽ ഡോക്കിംഗ് സ്റ്റേഷനിൽ കണക്ട് ആയി ചാർജ് ആകുന്ന പോർഷനാണിത്. അതേപോലെ തന്നെ എയർ വെന്റുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. റോബോട്ടിന്റെ ബാക്ക് സൈഡിൽ നമുക്ക് വലിയ 2 വീൽസ് കാണാനായിട്ട് സാധിക്കും. 2 സൈഡിലും വീൽസ് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കാണുന്നതാണ് ഇതിന്റെ സൈഡ് ബ്രഷ്. സൈഡ് ബ്രഷ് ഞാൻ ഓൾറെഡി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. സെൻട്രലായിട്ട് കാണുന്നതും ബ്രഷ് ആണ്. ഈ ബ്രഷ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബ്രഷ് ആണ്. ഇതിൽ ഹെയറോ ത്രെഡോ വല്ലതും കുരുങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എടുത്ത് റിമൂവ് ചെയ്ത് വീണ്ടും ഇതേപോലെ വളരെ ഈസി ആയിട്ട് തന്നെ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെയായിട്ട് മോപ്പാഡ് നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. മോപ്പാഡ് സിമ്പിളായിട്ട് ഇതേപോലെ ഇങ്ങനെ അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. അതിനോടൊപ്പം തന്നെ ഇവിടെ 360 ഡിഗ്രി റൊട്ടേറ്റ് ആകുന്ന ഒരു വീൽ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഡിസൈനിൽ തന്നെ തുടങ്ങാം. വളരെ ക്ലീൻ ആയിട്ടുള്ള മിനിമൽ പ്രീമിയം ഡിസൈനിലാണ് ഈ ഒരു റോബോട്ട് വാക്വം ക്ലീനർ വന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ ബേസ് സ്റ്റേഷൻ നോക്കുകയാണെങ്കിൽ അത് നല്ല പ്രീമിയം ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. വീടിന്റെ ഇന്റീരിയറുമായിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് പോകുന്ന അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രീമിയം ഡിസൈനാണ് വാക്വം ക്ലീനറിനും അതേപോലെ ഇതിന്റെ ബേസ് സ്റ്റേഷനും നൽകിയിട്ടുള്ളത്. ഇനി ഇതിന്റെ സെക്ഷൻ പവറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 13,000 PA ആണ് ഇതിന്റെ സെക്ഷൻ പവർ വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ കിട്ടുന്ന ഒരു വാക്വം ക്ലീനറിലും ഇത്രയും സെക്ഷൻ പവർ കിട്ടാനുള്ള സാധ്യതയില്ല. ഈ പട്ടിയും പൂച്ചയൊക്കെ വീട്ടിൽ വളർത്തുന്നവർക്കറിയാം, ഇതിന്റെ ഹെയർ കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പട്ടിയും പൂച്ചയൊക്കെ നമുക്ക് ഇഷ്ടമായിരിക്കും, പക്ഷേ ഇതിന്റെ രോമം അവിടെ ഇവിടെ എല്ലാം പൊഴിഞ്ഞ് വീണ് കിടക്കും. പക്ഷേ നമ്മളൊരു വാക്വം ക്ലീനർ, നല്ല സെക്ഷൻ പവർ ഉള്ള ഒരു വാക്വം ക്ലീനർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വലിച്ചെടുത്തോളും. നമുക്ക് ഇതിന്റെ പുറകെ നടന്ന് ക്ലീൻ ചെയ്യാനൊന്നും പോകേണ്ട ഒരു ആവശ്യം ഉണ്ടാകത്തില്ല. അതേപോലെ തന്നെ കാർപ്പറ്റിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കാണെങ്കിൽ പോലും ഇത് നല്ല രീതിയിൽ സെക്ഷൻ ചെയ്തെടുക്കും. അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള സെക്ഷനിങ് ഈ ഒരു വാക്വം ക്ലീനറിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ വാക്വമിങ് മാത്രമല്ല സ്ക്രബിങ്ങും ചെയ്യാനായിട്ട് സാധിക്കും. ഡ്യുവൽ സ്ക്രബ് ക്ലീനിങ് ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മോപ്പ് ചെയ്യുന്ന സമയത്ത് 9 to 11
ന്യൂട്ടൺ ഡൗൺവേർഡ് ഫോഴ്സ് ആണ് ഇതിന്റെ മോപ്പിൽ വരുന്നത്. അതായത് നല്ല രീതിയിൽ പ്രഷർ കൊടുത്തുകൊണ്ട് തന്നെ ആയിരിക്കും മോപ്പിംഗ് ചെയ്യുക. അപ്പം പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കും. മോഡേൺ കിച്ചണിലൊക്കെ ആയിരിക്കും ഇത് ഏറ്റവും കൂടുതൽ യൂസ് ആകാൻ പോകുന്നത്. കിച്ചൺ പിൽസ്, അതേപോലെ സ്റ്റിക്കി പാച്ചസ് ഒക്കെ കാണുമല്ലോ, അതൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ ഇത് മോപ്പ് ചെയ്തെടുത്തോളും. ബേസ് സ്റ്റേഷന്റെ ടോപ്പ് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇവിടെ 2 ടാങ്കുകൾ നൽകിയിട്ടുണ്ട്. ഈ കാണുന്നത് ഫ്രഷ് വാട്ടർ ടാങ്ക് ആണ്. ഇതിലാണ് നമ്മൾ ഫ്രഷ് വാട്ടർ ഫില്ല് ചെയ്ത് വെക്കുന്നത്. ഇത് ഉപയോഗിച്ചായിരിക്കും മോപ്പ് ചെയ്യുന്നത്. അതേപോലെ അടുത്തത് ബ്ലാക്ക് കളറിൽ കാണുന്ന ഈ ഒരു ടാങ്കിലായിരിക്കും വേസ്റ്റ് വാട്ടർ കളക്ട് ആവുന്നത്. മോപ്പ് ചെയ്ത് വരുന്ന വേസ്റ്റ് വാട്ടർ എല്ലാം ഇതിൽ കളക്ട് ആവും. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലീൻ ആകത്തില്ല. ഇനി ഈ വാക്യൂം ക്ലീനറിലെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, 100 days ഹാൻഡ് ഫ്രീ ക്ലീനിങ്. ഈ വാക്യൂം ക്ലീനറിനുള്ളിൽ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട്. അത് ഫിൽ ആയി കഴിയുമ്പോൾ സാധാരണ വാക്യൂം ക്ലീനറിൽ നമ്മൾ അതെടുത്ത് എംപ്റ്റി ചെയ്ത് വീണ്ടും അത് വെച്ചെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ക്ലീനിങ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷെങ്കിൽ ഈ വാക്യൂം ക്ലീനറിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇതിന്റെ ഡസ്റ്റ്ബിൻ ഓട്ടോമാറ്റിക് ആയിട്ട് ബേസ് സ്റ്റേഷനിലോട്ട് എംപ്റ്റി ആയിക്കോളും. അതായത് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ ഡസ്റ്റ്ബിൻ ഫിൽ ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ബേസ് സ്റ്റേഷനിലുള്ള ഡസ്റ്റ്ബിനിലോട്ട് അത് എംപ്റ്റി ചെയ്യും. പിന്നെ കണ്ടിന്യൂസ് ഇങ്ങനെ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ 100 ദിവസം എന്നുള്ള ഒരു ടൈം പീരീഡ് വരുന്നത് നമ്മൾ എത്രയും ക്ലീൻ ചെയ്യുന്നു, നമ്മുടെ വീട്ടിൽ എത്രയും ഡസ്റ്റ് ഉണ്ട്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരുപാട് ഡസ്റ്റ് ഉണ്ട്, എപ്പോഴും ക്ലീനിങ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ 100 എന്നുള്ളത് ചിലപ്പോൾ 70 ദിവസമേ കിട്ടത്തുള്ളൂ, ചിലപ്പോൾ 50 ദിവസമേ കിട്ടത്തുള്ളൂ. അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ വീടിന്റെ സിറ്റുവേഷൻ, നമ്മുടെ ക്ലീനിങ്, അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഡസ്റ്റിന്റെ അവസ്ഥ, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ആ ഒരു 100 days എന്നുള്ളത് കിട്ടുക. ബേസ് സ്റ്റേഷന്റെ ഫ്രണ്ട് ഭാഗം നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഊരിയെടുക്കാനായിട്ട് പറ്റും. ഇവിടെയാണ് ഡസ്റ്റ് കളക്ട് ആവുന്നത്. അതായത് റോബോട്ടിലെ ഡസ്റ്റ്ബിൻ ഫിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റോബോട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു ഡസ്റ്റ്ബിനിലേക്കായിരിക്കും ഡസ്റ്റ് കളക്ട് ചെയ്യുന്നത്. പിന്നീട് നമുക്കിത് ഇവിടെ നിന്ന് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്ത് ഈ ഒരു ഡസ്റ്റ്ബിൻ ഒരു 100 ദിവസമൊക്കെ കഴിയുമ്പോൾ എംപ്റ്റി ചെയ്ത് വീണ്ടും നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ ഒപ്പം 2 ഡസ്റ്റ്ബിൻ വരുന്നുണ്ട്. ഒരെണ്ണം ക്ലീൻ ചെയ്യുകയോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഡസ്റ്റ്ബിന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, മോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിലുണ്ടല്ലോ, മോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ മോപ്പാട് ആര് ക്ലീൻ ചെയ്യും എന്നുള്ളത്. അതും ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലീൻ ചെയ്യും. വാം വാട്ടർ മോപ്പ് വാഷിങ്ങും ഹോട്ട് എയർ ഡ്രൈയിങ്ങും ഈ വാക്യൂം ക്ലീനറിൽ വരുന്നുണ്ട്. അടുത്തായിട്ട് ഇതിൽ റോബോസിംഗ് മോപ്പിംഗ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് എഡ്ജസ് ഒക്കെ മോപ്പ് ചെയ്യുന്ന സമയത്ത് റോബോട്ട് സൈഡിലോട്ട് കുറച്ചൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ അതിന്റെ ഒരു പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോപ്പ് പ്രോപ്പറായിട്ട് ഈ എഡ്ജിൽ ടച്ച് ചെയ്യുകയും എഡ്ജ് നല്ല രീതിയിൽ ക്ലീൻ ആവുകയും ചെയ്യും. സാധാരണ വാക്യൂം ക്ലീനർ എഡ്ജസ് ഈ രീതിയിൽ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്ത് പോകത്തില്ല. അപ്പം പിന്നെ നമ്മൾ മാനുവലി ക്ലീൻ ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം വരാറുണ്ട്. പക്ഷേ ഈ ഒരു വാക്യൂം ക്ലീനറിൽ മോപ്പ് ചെയ്യുന്ന സമയത്ത് എഡ്ജസ് നല്ല രീതിയിൽ മോപ്പ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിന്റെ സ്ലിം ലുക്ക് കാരണം ഫർണിച്ചറിന്റെ ഒക്കെ അടിയിൽ കയറിയിട്ട് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തോളൂ. അതായത് വീടിന്റെ ഒരു ഭാഗവും വിട്ട് കളയത്തില്ല, മുക്കും മൂലയും ഇത് കയറി ക്ലീൻ ചെയ്യും. നമുക്ക് കൈയെത്തി ക്ലീൻ ചെയ്യാൻ പറ്റാത്തടത്ത് പോലും ഫർണിച്ചറിന്റെ ഒക്കെ അടിയിലെ അലമാരയുടെ ഒക്കെ അടിയിലൊക്കെ ആണെങ്കിലും ഇതിന് കയറാനുള്ള സ്പേസ് ഒരു ശകലമെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കയറി ഇത് ക്ലീൻ ചെയ്യും. പിന്നെ ഡ്രീമിയുടെ വാക്യൂം ക്ലീനറിൽ പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്, ഇതിന്റെ ബാറ്ററി ബാക്കപ്പ്. ഈ ഒരു വാക്യൂം ക്ലീനറിന് കിട്ടുന്നത് 250 മിനിറ്റിന്റെ ബാറ്ററി ബാക്കപ്പ് ആണ്. ഒരു സിംഗിൾ ചാർജിൽ ഒരു വലിയ വീടാണെങ്കിലും 3-4 റൂം ഉണ്ടെങ്കിലും ഒറ്റ ചാർജിങ്ങിൽ സിമ്പിൾ ആയിട്ട് പോയി ക്ലീൻ ചെയ്തിട്ട് വരും. ഇനി അഥവാ ഇതിന്റെ ചാർജ് തീരുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഒരു 10% ഒക്കെ ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് പോയിട്ട് ഫുൾ ചാർജ് ആക്കിയിട്ട് ബാക്കി കണ്ടിന്യൂ ക്ലീനിങ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് കൂടി ഇതിനുണ്ട്. ഡ്രീമി എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ആ ഒരു ആപ്പിലൂടെ ആയിരിക്കും ഈ വാക്യൂം ക്ലീനർ ഫുള്ളി നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഇതിന്റെ എല്ലാ സെറ്റിംഗ്സുകളും നമ്മൾ ചെയ്യുന്നത് ആപ്പിലൂടെയാണ്. ആപ്പിന്റെ ഇന്റർഫേസിലൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. ഡ്രീമിയുടെ ആപ്പിൽ നമുക്ക് ഈ ഒരു ഡിവൈസ് ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ D20 Ultra ഓൾറെഡി ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ഡിവൈസ് ഈ ഒരു ആപ്പിന്റെ ത്രൂ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. മാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. നമുക്ക് വേണ്ട റൂമുകൾ സെലക്ട് ചെയ്തുകൊണ്ട് ക്ലീനിങ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ കസ്റ്റം ക്ലീൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലീനിങ് മോഡ് സെലക്ട് ചെയ്യാനും സെക്ഷൻ പവർ സെലക്ട് ചെയ്യാനും ഒക്കെ സാധിക്കും. ഇവിടെ വാക്യൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ വാക്യൂം മാത്രമായിട്ട് ചെയ്യാം, മോപ്പ് ചെയ്യണമെങ്കിൽ മോപ്പ് ചെയ്യാം. വാക്യൂം ആൻഡ് മോപ്പ് ഓപ്ഷൻ ഉണ്ട്, മോപ്പ് ആഫ്റ്റർ വാക്യൂം, അങ്ങനെ ഉള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ് ഇന്റൻസ് മാക്സിമം സെക്ഷൻ പവർ കൊടുത്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒപ്പം ഇവിടെ മാപ്പ് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെ റൂം പാർട്ടീഷൻ ചെയ്യാൻ പറ്റും, ഫ്ലോർ ടൈപ്പ് സെലക്ട് ചെയ്യാൻ പറ്റും, നോ ഗോ സോൺ, അതേപോലെ വിർച്വൽ വാൾ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാർപ്പറ്റ് ഏരിയ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. മൾട്ടി ഫ്ലോർ മാപ്പ് മാനേജ്മെന്റ് ഇവിടെ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ സെറ്റിംഗ്സ് ഇവിടെ കിട്ടും. ക്ലീനിങ് ഹിസ്റ്ററി അറിയാൻ പറ്റും, കാർപ്പറ്റ് ക്ലീനിങ് സെറ്റിംഗ്സ്
ക്ലീനിങ് ഓപ്ഷൻ ഉണ്ട്. മോപ്പ് ചെയ്യുന്ന സമയത്ത് കാർപ്പറ്റ് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. കാർപ്പറ്റ് ഇഗ്നോർ ചെയ്തുകൊണ്ട് ക്ലീനിങ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ആക്സസറി യൂസേജ് ഇവിടെ അറിയാൻ സാധിക്കും. ഇതിന്റെ ഓരോ കമ്പോണന്റും എത്ര പെർസെന്റേജ് കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും കമ്പോണന്റിന് കംപ്ലൈന്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു പവർഫുൾ സെക്ഷനുള്ള വാക്വം ക്ലീനർ വേണം, 100 ഡേയ്സ് ഹാൻഡ് ഫ്രീ ആയിട്ടുള്ള മെയിൻ്റെനൻസ് വേണം, ഓട്ടോമാറ്റിക് മോപ്പ് ക്ലീനിങ്, ലോങ് ബാറ്ററി ലൈഫ്, അക്യുറേറ്റ് ആയിട്ടുള്ള നാവിഗേഷൻ, പ്രീമിയം ഡിസൈൻ, ഈ കാര്യങ്ങളെല്ലാം ഒത്തു വന്നിട്ടുള്ള ഒരു വാക്വം ക്ലീനർ ആണ് ഡ്രീമിയുടെ D20 അൾട്ര എന്ന് പറയുന്നത്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇത് ബൈ ചെയ്യാനുള്ള ലിങ്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ ഇതിന്റെ പ്രൈസ് കൂടെ കൊടുത്തേക്കാം. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് വാക്വം ക്ലീനറിൽ ഒരെണ്ണമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഒരുപാട് അൺബോക്സിംഗ് റിവ്യൂ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക. അതിനോടൊപ്പം ഈ നൽകിയിരിക്കുന്ന റോബോട്ട് വാക്വം ക്ലീനേഴ്സിന്റെ വീഡിയോ കാണാൻ മറക്കണ്ട. എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ഇതിൽ നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.